ഡീമൺ സ്ലെയർ മാർക്ക് ശാപമാണോ അല്ലയോ നമുക്ക് നോക്കാം. ഭൂരിഭാഗം പേരുടെ അഭിപ്രായം ഡീമൺ സ്ലെയർ മാർക്ക് ഒരു ശാപമാണെന്നാണ്. ഒരു പരിധിവരെ നോക്കുകയാണെങ്കിൽ ശരിയാണ്. കാരണം ഈ മാർക്ക് ആക്ടിവേറ്റ് ആക്കിയവരാരും തന്നെ 25 വയസ്സിനപ്പുറം ജീവിച്ചിട്ടില്ല, യുരീച്ചി ഒഴികെ. പക്ഷെ ഈ മാർക്ക് യൂസ് ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യൻ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ശക്തി അവന് ലഭിക്കുന്നു. ഇതിലൂടെ അവരുടെ ആയുസ് ക്രമാതീതമായി കുറയുകയും 25 വയസ്സിനപ്പുറം മരണപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ഈ ഡീമൺ സ്ലെയർ മാർക്ക് ശരിക്കും ഒരു ശാപമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ഉബുയഷിക്ക് ഫാമിലിയിലുള്ള ആണുങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ വരികയും 30 വയസ്സിനുള്ളിൽ അവരെല്ലാം മരണപ്പെടുകയും ചെയ്യുന്നു. ഇത് അവർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ ശാപമാണ്. കാരണം അവരുടെ വംശത്തിൽ നിന്നാണല്ലോ ഒരു ഡീമൺ ഉണ്ടായത്. അതിന് ബദലായി ആ വംശത്തിലുള്ള ആണുങ്ങളെയെല്ലാം ദൈവം ശപിക്കുകയും ചെയ്തു. മുസാനെ കൊന്നാലല്ലാതെ അവർക്ക് ഈ ശാപത്തിൽ നിന്ന് മുക്തി നേടാനും സാധിക്കില്ല. പക്ഷെ ഇവിടെ ഡീമൺ സ്ലെയർ മാർക്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ മാർക്ക് ആദ്യമായി കണ്ടത് യൊരീച്ചിയിലാണ്. യൊരീച്ചിക്കാണെങ്കിൽ ഈ മാർക്ക് ജന്മന ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് യൊരീച്ചി ഭയങ്കര ശക്തനായിരുന്നു. കാലക്രമേണ യൊരീച്ചി ഡീമൺ സ്ലെയർ ആയപ്പോൾ തന്റെ കൂടെ ഉള്ളവർക്ക് ബ്രീത്തിങ് സ്റ്റൈലിന്റെ കൂടെ ഈ മാർക്ക് എങ്ങനെ യൂസ് ചെയ്യാനെന്നും കൂടി പഠിപ്പിച്ചു കൊടുത്തു. ഡീമൺ സ്ലെയർ മാർക്ക് യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഓരോ ഡീമൺ സ്ലെയറിനെയും ചോയ്സ് ആണ്. അതുകൊണ്ട് ഇതൊരു ശാപമായി കണക്കാക്കാൻ സാധിക്കില്ല. മുസാനെ വധിച്ചാലും ഇല്ലെങ്കിലും ഡീമൺ സ്ലെയർ മാർക്ക് ആരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ 25 വയസ്സിനുള്ളിൽ മരണപ്പെടും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.